അമ്പിയാക്കന്മാരുടെ ശവകുടീരങ്ങളെ, മക്ബറകളെ, ഖബറുകളെ അവർ മസ്ജിദുകളാക്കി മാറ്റി. ഒരുപാട് കണ്ടോ ശവകുടീരങ്ങളെ, അമ്പിയാക്കളുടെ ശവകുടീരങ്ങളെ കണ്ടോ. അമ്പിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞ വാചകമാണത്, ശവകുടീരം. നിങ്ങൾ ഓർക്കണം, എന്റെ രക്ഷിതാക്കളെ, നിങ്ങളെ മക്കളെ നിങ്ങൾ കൊണ്ടുപോയി ജമാഅത്ത് ഇസ്ലാമിയുടെ മുജാഹിദിന്റെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് തൊന്നി വരാനാ? സെലഫിയൊക്കെ ഷാർജയിലെത്തിയില്ലേ? ശമ്പളം കിട്ടുന്നില്ലേ? അമ്പിയാക്കളുടെ ശവകുടീരമെന്ന് പറയുന്ന സ്ഥാനത്തേക്ക് നിങ്ങളെ നാട്ടുകാരൻ അതപ്പതിച്ചു പോയത് പണം കിട്ടിയിട്ടെന്താ സുഹൃത്തേ? ഈമാനോടെ മരിക്കണ്ടേ? അമ്പിയാക്കളെ കാണണ്ടേ? അവരുടെ ശഫാഅത്ത് ലഭിക്കണ്ടേ? ചോദിക്കട്ടെ മൗലവി, നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളെ കൊണ്ടുപോയി ഖബറിൽ വെച്ചിട്ട് ഈ കട്ടുപ്പാറക്കാരായ ജനങ്ങള്, അതാ നമ്മളെ സലഫിയുടെ ശവം നിൽക്കുന്ന സ്ഥലമാണത്, സലഫിയുടെ ശവകുടീരമാണിത് എന്ന് കട്ടുപ്പാറക്കാര് പറഞ്ഞാൽ മൗലവിയുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ? മൗലവി ഇഷ്ടപ്പെടുമോ? ഇത് ഞങ്ങളെ നേതാക്കളായ അമ്പിയാക്കളെ സംബന്ധിച്ച് നിങ്ങൾ ശവകുടീരമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മുസ്ലിം ലോകം മാപ്പ് തരില്ല കേട്ടോ.